ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മള് ഇന്ന് അച്ചാറുണ്ടാക്കാൻ പോകണ്ട നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഗണപതി നാരങ്ങ അപ്പൊ നമ്മള് വിഷുവിന് അച്ചാർ ഇടാനായിട്ട് നാരങ്ങ പൊട്ടിച്ചോണ്ട് 2-3 ദിവസമായിട്ടാ. നമുക്കത് അരിഞ്ഞ് അച്ചാറിടാം. അറിയില്ല, കട്ട് പച്ചനെ വിളിക്കുന്നത്. എന്ത് വെച്ചിട്ടാണ് ആദ്യം ഫ്രണ്ട് പിടിച്ചു, അതിലൊന്നും കാണാനില്ല. എന്തുവാടേ ഇത് കാണാതെ തന്നു. അതന്നെ മുറിച്ച് കളയാണ്ടാവില്ലല്ലോ. അപ്പൊ നമുക്കിത് എരിഞ്ഞ് തപ്പി തപ്പി അവസാനം തൊലി ഫുള്ള് ചെത്തി കളഞ്ഞിട്ടാ. അപ്പൊ ഇത് ഇത്രയായി സാധനം. ഇനിയും ഉണ്ട് ചെത്തി കളയാൻ. ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു. അതെ, ഇത് ഏതാണ്ട് ഗണപതി നാരങ്ങ പറഞ്ഞ ബബ്ലൂസ് നാരങ്ങയുടെ കൂട്ടുകാരനായിട്ട് വരുന്നുണ്ടല്ലേ. അത് കാരണം സാധനത്തിന്റെ ഫുള്ള് കൊറേ ഭാഗം കളയുന്നുണ്ട് വരികയാണ്. ഇത് 3/4 ഭാഗവും വെറുതെ കളഞ്ഞു. എന്താണത്? ഇപ്പോഴും നമ്മുടെ സംഭവത്തിലേക്ക് എത്തിയിട്ടില്ല. ഫൈനൽ ലുക്ക് കാണിക്കാം. ഫൈനൽ ലുക്ക് ഇതാ, ഇത്രയുള്ളോ വേസ്റ്റ്. ഒരു ബക്കറ്റ് വേസ്റ്റ് ഉണ്ട് കേട്ടോ. ആനയെ കണ്ടപ്പോ 2-3 കറിക്കുള്ളത് ഉണ്ടാവും. ചെറുതാക്കി അരിഞ്ഞോട്ടെ, അതേ വലിപ്പം വേണ്ട. അരിയുമ്പോഴേ പീസാക്കുമ്പോഴേ ഒരു ഇതുള്ളത് 2 ആക്കി അരിഞ്ഞു. അപ്പം അത് ശരിയാക്കിയിട്ട് ഉണ്ടാവും കേട്ടോ. നമ്മളെല്ലാം അരിഞ്ഞെടുത്തുണ്ട്. വേസ്റ്റും കുരുവും സാധനമൊക്കെ സെപ്പറേറ്റ്. ഇത്രയേ ഉള്ളൂ അല്ലേ? 2 എൻ്റെ വാനം കുരുകളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് പുളി ഉണ്ട്, അത് ചെറിയൊരു പുളിയുണ്ട്. അതെ അല്ലേ? നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതേ നമ്മൾ കടുക് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അതെ, അച്ചാറിലേക്കുള്ള കടുക് പൊടിച്ചിട്ടുണ്ട്. വേപ്പിലിട്ട് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞിട്ടാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ശർക്കര ഇപ്പോൾ ചേർക്കില്ലേ? ശർക്കര ഇടാൻ നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര. അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഇതാ. ഇത് സ്പെഷ്യൽ നാരങ്ങ അത് പറഞ്ഞു. ഗണപതി നാരങ്ങ എന്ന് പറഞ്ഞു വീഡിയോയിൽ പിടിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ശർക്കര ലേശം പൊടിച്ചെടുക്കാം. പൊടിച്ചിട്ട് കൊടുക്കാം. ശർക്കര ഇട്ടിടാം. തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കരിയാടിരിക്കാൻ. പച്ചമുളക് വെളിച്ചെണ്ണ ഒഴിച്ചു. മഞ്ഞപ്പൊടി മുളകും പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് നമ്മളൊരു കഷ്ണം കായം പൊടിച്ചിട്ടുണ്ട് കേട്ടോ. പൊടിച്ചിട്ടില്ല? മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്, പൊടിച്ചിട്ടില്ല. കളറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്.
വിഷുവിനുള്ള അച്ചാറായി അല്ലേ? അതെ. അപ്പോൾ വിനാഗിരി വെച്ചെടുക്കും. ചൂടായി പോവില്ലേ മേ? നമുക്കിത് നാരങ്ങ തീ ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നാരങ്ങ ഇട്ട് കൊടുക്കാം. എല്ലാം വെളുത്ത നാരങ്ങയായിരുന്നു. ഇപ്പൊ കളറ് മാറി. നമ്മൾ ഇന്നലെ അരിഞ്ഞ് ഉപ്പിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെ. ഇത് തൊലിക്ക് കട്ടി കൂടല്ലോ അല്ലേ? അപ്പൊ നമ്മള് തൊലി ഇടുന്നവരൊക്കെ ഉണ്ട്. നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മള് തൊലി എടുത്തില്ല മാത്രം. ചെറിയൊരു മധുരം കൂടിയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടത്. അച്ചാറല്ല. അതെ, അതിനെന്ത് പ്രത്യേകത? കുറച്ച് ഉപ്പിട്ട് ലേശം കൂടി ഉപ്പിട്ട് കൊടുക്കാം. മധുരില്ലേ മേ? ആ മധുരമുണ്ട്. ടേസ്റ്റ് നോക്കി. ചേച്ചി ടെസ്റ്റ് ഒക്കെ ആയിട്ട് എന്ത് മധുരം മധുരമുള്ള അച്ചാർ. അതാണ് ഇഞ്ചി. കയ്പും പുളിയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് പൊതുവെ കയ്പും പുളിയൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്ക് മധുരമുള്ള അച്ചാർ ഇഷ്ടപ്പെട്ടിരിക്കും. പൊടിച്ചിടണം കേട്ടോ നമുക്ക്. അയ്യോ അത് പറഞ്ഞില്ല. നമുക്ക് പൊടിച്ച് കൊടുക്കാം. അതെ, കായിട്ട് കൊടുക്കട്ടാ. സെറ്റായില്ലേ മേ? സെറ്റ്. നമ്മുടെ അച്ചാറ് സെറ്റായി. ഇഞ്ചാമ്പുളി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പുതിയ പേരാണ് ഇഞ്ചമ്പുളി അച്ചാർ. അതെ. അപ്പൊ അമ്മ ഒരു കറിയിൽ 2 തരം ആക്കിട്ടാ. ചേച്ചിക്ക് ഇഷ്ടമായിട്ടാ. വീണ്ടും വീണ്ടും വന്നിട്ട് ഇളക്കണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കും ചെയ്യാം. പൊടിയാം. എല്ലാവർക്കും ബൈ ബൈ. അമ്മ എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണ്ടേ വരാനായിട്ട് കയ്യൊക്കെ അടിക്കാൻ.